നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ മാസത്തെ 2 സൗഹൃദ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ കോച്ച് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പ്രഖ്യാപിച്ചല്ലോ. ഏഷ്യൻ വമ്പന്മാർക്കെതിരെയാണ് അവരുടെ മത്സരങ്ങൾ. ഒക്ടോബർ 10 സൗത്ത് കൊറിയക്കെതിരെയും ഒക്ടോബർ 14 ജപ്പാനെതിരെയുമാണ് ബ്രസീൽ കളിക്കുന്നത്. അപ്പം ഈ മാസം 6-ാം തീയതി സൗത്ത് കൊറിയയിലെത്താനാണ് ബ്രസീൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും സ്ക്വാഡ് പ്രഖ്യാപിച്ചു. സ്ക്വാഡിലധികവും യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങളാണ്. അപ്പോൾ ആരൊക്കെയായിരിക്കും ബ്രസീലിൻ്റെ ആദ്യ 11-ൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാച്ചിൽ സൗത്ത് കൊറിയക്കെതിരെ ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കോച്ച് പറഞ്ഞതാണ്. ഫസ്റ്റ് കളി എഡേഴ്സൺ കളിക്കും, രണ്ടാമത്തെ കളി ഹ്യൂഗോ സൗസ് കളിക്കുമെന്ന്. അപ്പോൾ എഡേഴ്സൺ ആയിരിക്കും ഗോൾ കീപ്പർ. പിന്നെ സെൻറ്റർ ബാക്കുമാരുടെ റോളിലോ മാർക്കിനോസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എദർ മിലിറ്റാവോയും ഗബ്രിയൽ മെഗല്ലസും സെൻറ്റർ ബാക്കുമാരായിട്ട് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരു പാർശ്വങ്ങളിലായിട്ട് ഡഗ്ലസ് സാൻഡോസും വെസ്ലിയും അണിനിരക്കും. ഇനി മധുരയിലേക്ക് വരുമ്പോൾ ആന്ത്രയും കാസെമിറോയും ഇറങ്ങാനാണ് സാധ്യത. ഒപ്പം മുന്നേറ്റങ്ങളെ സഹായിക്കാനായിട്ട് ലൂക്കാസ് പക്വേറ്റ ഉണ്ടാകും. പിന്നെ മുന്നേറ്റത്തിലാണെങ്കിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് ഇടതുപാർശ്വത്തിൽ വിനി ജൂനിയറും വലതുപാർശ്വത്തിൽ എസ്റ്റവായോ വില്യനും ഇറങ്ങിയേക്കും. ഗോളടിക്കാൻ മാത്യസ് കുഞ്ഞ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബ്രസീലിൻ്റെ ബെസ്റ്റ് 11. പിന്നെ ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ ഈ പറഞ്ഞ പോലെ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇത് ഏറ്റവും മികച്ച ടീമാണോ അല്ലയോ എന്നുള്ള തർക്കമൊക്കെ ബ്രസീലിൽ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ട്രാവൽ ലോജിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ടീമിനെ കോച്ചിട്ടിരിക്കുന്നത്. ഏതായാലും മോശമല്ലാത്ത ടീം തന്നെയുണ്ട്. ഏഷ്യൻ വമ്പന്മാരെ ബ്രസീൽ പരാജയപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ ആരാധകരെ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.